പാലക്കാട് മുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിൽ 2 വ്യത്യസ്ത റിപ്പോർട്ടുകളുമായി പാലക്കാട് ഡിഎഫ്ഒയും ജില്ലാ കളക്ടറും. വനം വകുപ്പിന് വീഴ്ചയില്ല എന്നാണ് ഡിഎഫ്ഒയുടെ റിപ്പോർട്ട്. എന്നാൽ വനം വകുപ്പിന് വീഴ്ച ഉണ്ടായി എന്ന് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. വ്യത്യസ്ത റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഡിഎഫ്ഒയോട് വിശദീകരണം ചോദിക്കും. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം ഉടൻ വീട്ടിലെത്തിക്കും. വിശദാംശങ്ങളുമായി ഗോകുൽ വി എസ് ചേരുന്നു. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ 2 റിപ്പോർട്ടുകളിലും വ്യത്യസ്ത കാര്യങ്ങളാണല്ലോ പറയുന്നത്. റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഇനി തുടർ നടപടികൾ എന്താകും? ഇത് 2 റിപ്പോർട്ടുകളാണ് സബ് നൽകിയിട്ടുള്ളത്. ഒന്ന് പാലക്കാട് ഡിഎഫ്ഒ നൽകിയതും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ജില്ലാ കളക്ടർ നൽകിയതും. ഇത് രണ്ടും പരസ്പര വൈരുദ്ധ്യമാണ് എന്നുള്ളതാണ് കാര്യം. വീഴ്ച പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഡിഎഫ്ഒ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം തന്നെ കളക്ടറുടെ റിപ്പോർട്ടിൽ ഇത് ഇങ്ങനെയല്ല, വനംവകുപ്പിന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യമുണ്ട്. ഇത് രണ്ടും വനം മന്ത്രിക്കാണ് നൽകിയത്. ഏതായാലും ഇതിൽ വനംവകുപ്പ് കൂടുതൽ വ്യക്തത തേടി ഡിഎഫ്ഒയ്ക്ക് ഇതിന്റെ വിശദീകരണം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ 2 റിപ്പോർട്ടുകളാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായ റിപ്പോർട്ടുകൾ പരസ്പര വൈരുദ്ധ്യമാണ് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. ഇപ്പോൾ അലന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ അലന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 12 മണിയോടുകൂടി മൈലംപള്ളിയിലെ പള്ളിയിൽ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വളരെ ദുഃഖകരമായൊരു അന്തരീക്ഷമാണ് ഈ വീട്ടിലുള്ളത്. വളരെ സാമ്പത്തികമായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന പരാധീനത കൊണ്ടൊരു കുടുംബമാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ പോലുമില്ല ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത്, യാനയുടെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ചായപ്പൊടിയും മറ്റുമൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ആന ആക്രമിച്ചതും വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം ഉണ്ടായത്.